ഇവിടെ ഒരു ഹിന്ദുവോ മുസൽമാനോ ഇല്ല, മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞ മഹാൻ ഗുരു നാനാക്ക്. പഞ്ചാബിലെ അമൃത്സർ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ തുരത്തിയ നടപടിയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഭഗവത്ഗീത ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്? സംസ്കൃതം. അരുണാചൽ പ്രദേശ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്തു പേരിലാണ്? നേഫ. സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് ആഹ്വാനം മുഴക്കിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. അമൃത പ്രീതം എന്ന സാഹിത്യകാരിയുടെ സ്വദേശം പഞ്ചാബ്. ഏതാണ് പഞ്ചമവേദം എന്നറിയപ്പെടുന്നത്? മഹാഭാരതം. ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ ഇന്ത്യൻ അഭിനവ് ബിന്ദ്ര. ഹൈന്ദവ സംസ്കാരത്തോളം തന്നെ പഴക്കമുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ആയുർവേദം. ബുംല ചുരം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. സപ്ത സോദരിമാരിൽ വിസ്തീർണം കുറഞ്ഞ സംസ്ഥാനം ത്രിപുര. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ആദികാവ്യം എന്നറിയപ്പെടുന്നത് ഏത്? രാമായണം. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്? പഞ്ചാബ്. ഇൻക്ലാബ് എന്ന വാക്ക് ഏത് ഭാഷയിലെ പദമാണ്? അറബി. ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം 1890. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം 1919. ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ഉദ്ധം സിംഗ്. സിഖുകാരുടെ വിശുദ്ധ നഗരം അമൃത്സർ സ്ഥാപിച്ചത് ആരാണ്? ഗുരു രാംദാസ്. ധീര വിപ്ലവകാരി ഷഹീദ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്ന്? 1931 മാർച്ച് 23. ആയുർവേദ ചികിത്സാ സിദ്ധാന്തങ്ങൾ അടങ്ങിയിട്ടുള്ള വേദം അഥർവവേദം. ഭട്കർ അവാർഡ് ഏതു മേഖലയുടെ ശ്രേഷ്ഠതയ്ക്ക് നൽകുന്നു? ശാസ്ത്രം. ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 35. ഫ്ലൈയിങ് സിഖ് എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം മിൽഖ സിംഗ്. ഋഗ്വേദ സാംസ്കാരിക കാലത്തെ ഒരു പ്രധാന നദിയാണ് സരസ്വതി. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഏത്? ഋഗ്വേദം. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. പ്രസിദ്ധമായ ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാവ് സർദാർ പട്ടേൽ. നിരായുധരായ ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു കൊന്ന ജാലിയൻവാല ബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. സിഖുകാരുടെ 10ാമത്തെ ഗുരു ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ്. ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഗുജറാത്ത്. ജാലിയൻ വാലാബാഗിൽ വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ ഡയർ. യുദ്ധം മനുഷ്യ മനസ്സിൽ നിന്നും തുടങ്ങുന്നു. പ്രശസ്തമായ ഈ ചൊല്ല് ഏത് വേദത്തിൽ അടങ്ങിയിരിക്കുന്നു?
അഥർവവേദം. ഖാലിസ്ഥാൻ തീവ്രവാദികളെ സുവർണ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കുവാൻ 1984 ഇന്ത്യൻ പട്ടാളം നടത്തിയ നീക്കം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ആരായിരുന്നു? ഭിന്ദ്രൻവാല. ആചാര്യന്മാരുടെ ആദ്യകാല സംസ്കാരത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് എവിടെ നിന്ന്? വേദങ്ങളിൽ നിന്ന്. ടാഗോർ പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചതിന് കാരണം? ജാലിയൻവാല കൂട്ടക്കൊല. പിന്നോക്ക സമുദായക്കാർക്ക് കേന്ദ്ര സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? മണ്ഡൽ കമ്മീഷൻ. ജാട്ടുകളുടെ പ്ലാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? സൂരജ് മൽ. 1920 ചേർന്ന AITUCയുടെ ഒന്നാം സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ലാലാ ലജ്പത് റായ്. ജാലിയൻ വാല കൂട്ടക്കൊല നടന്നത് എന്നായിരുന്നു? 1919 ഏപ്രിൽ 13. വേദങ്ങൾ ആരുടെ സൃഷ്ടികളാണ്? ആര്യന്മാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു? ലാലാ ലജ്പത് റായ്. ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ആര്? ലാലാ ലജ്പത് റായ്. CSIRന്റെ സ്ഥാപകൻ ആര്? ശാന്തി സ്വരൂപ് ഭട്നഗർ. ഇന്ത്യൻ പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് എത്ര പേരെ നിർദ്ദേശിക്കാം? 12. സൈമൺ കമ്മീഷൻ വിരുദ്ധ ലാത്തിച്ചാർജിൽ അന്തരിച്ച നേതാവ്? ലാലാ ലജ്പത് റായ്. ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ഏതു വർഷം മുതൽ? 1919. ലോക്സഭയുടെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസം. ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്ന കാലത്തെ വൈസ്രോയി? ലോർഡ് ജെയിംസ് ഫോർഡ്. വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്ത പ്രസ്ഥാനം? ആര്യസമാജം. ഹരിത വിപ്ലവത്തിലൂടെ ഉൽപാദന ഇളവ് നേടിയ വിള? ഗോതമ്പ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നത്? സുവർണ ക്ഷേത്രം മോചിപ്പിക്കാൻ നടത്തിയ ശ്രമം. ഗായത്രി മന്ത്രം ഏതിൽ ഉൾപ്പെടുന്നു? ഋഗ്വേദം. ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ടത് ഏത് ഭാഷയിലാണ്? സംസ്കൃതം. ഏത് കൃതിയുടെ ഭാഗമാണ് ഭഗവത്ഗീത? മഹാഭാരതം. നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായ വർഷം? 1963. ഗോവ സംസ്ഥാനം നിലവിൽ വന്ന വർഷം? 1987. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി നടന്ന വർഷം? 1961. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? 265. 1977 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്? BD ജെട്ടി. സക്കീർ ഹുസൈൻ? BD ജെട്ടി. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോൾ? അടിയന്തരാവസ്ഥക്കാലത്ത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഒരു പൗരന്റെ നിയമപരമായ കടമകളിൽ പെടാത്തത് ഏതാണ്? പരിസ്ഥിതി സംരക്ഷിക്കുക, സത്യസന്ധമായ വോട്ടവകാശം നിർവഹിക്കുക, നികുതികൾ കൃത്യമായി കൊടുക്കുക, നിയമങ്ങൾ അനുസരിക്കുക. ഉത്തരം സത്യസന്ധമായ വോട്ടവകാശം നിർവഹിക്കുക. മൗലിക കടമകൾ
ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭാഗം 4A. നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഐറിഷ്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം? ഇംഗ്ലണ്ട്. മൗലിക കടമ അല്ലാത്തത് ഏതാണ്? രാഷ്ട്രീയ പാർട്ടിയെ ആദരിക്കുക. രാജ്യസഭാ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? റഷ്യ. മാവോ ഹിൽ സ്റ്റേഷൻ എവിടെയാണ്? മണിപ്പൂർ. ലോക് തക് തടാകം എവിടെയാണ്? മണിപ്പൂർ. പ്രസിദ്ധമായ ഗായത്രി മന്ത്രം ഇവിടെ നിന്നാണ് വന്നത്? ഋഗ്വേദ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകം ആരുടേതാണ്? ഖശ്വന്ത് സിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം? മഹാഭാരതം. ആദ്യത്തെ INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്? ആനി ബസന്റ്. ആദ്യത്തെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം? 1854. ആയിരത്തി 1857 വിപ്ലവം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് കാനിങ്. ബക്ര ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ MP? ലാൽ ദുഹോമ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 3. സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാട്യാല. 1854 1855 കാലഘട്ടത്തിൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് വിഭാവനം ചെയ്ത വൈസ്രോയി? ലോർഡ് ഡൽഹൌസി. ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ ഗ്രാമം? തോമ്പിളി. സതി ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ച വൈസ്രോയി? ലോർഡ് വില്യം ബെനഡിക്ട്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ വർഷം? 1951. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം? രാജസ്ഥാൻ. 1998 മെയ് 11 തീയതി ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എവിടെ? പൊക്രാൻ. രാജസ്ഥാനിലെ പുഷ്കർ മേളയുടെ പ്രത്യേകത എന്താണ്? ഒട്ടക വിൽപ്പന. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത്? 1974. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാന ഹിന്ദു രാജാവ്? പൃഥ്വിരാജ് ചൗഹാൻ. പഞ്ചായത്തി രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ്? 73ാം ഭേദഗതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? രാജസ്ഥാൻ. ജയ്പൂർ കാലുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ഡോക്ടർ PK സെഥി.
ഒരു ലോകസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷം? 5. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ്. താർ എക്സ്പ്രസ് തീവണ്ടി ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിൽ ആണ് ഓടുന്നത്? മുനമ്പഭാവോ ഗോഖ്രാപാർ വരെ. തറൈൻ യുദ്ധങ്ങളിൽ പൃഥ്വിരാജ് ചൗഹാൻ ആരുമായാണ് ഏറ്റുമുട്ടിയത്? മുഹമ്മദ് ഘോറി. പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത്? ഫെബ്രുവരി 19. ബുദ്ധൻ ചിരിക്കുന്നു എന്ന കോഡ് നൽകി ഇന്ത്യ ആണവപരീക്ഷണം നടത്തിയ സംസ്ഥാനം? രാജസ്ഥാൻ. ലോക്സഭയുടെ സമ്മേളന പരിപാടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? സ്പീക്കർ. ബുദ്ധൻ ചിരിക്കുന്നു ഇത് എന്തുമായി ബന്ധപ്പെട്ട പദമാണ്? ആണവ പരീക്ഷണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലയിൽ വന്നത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? റിപ്പൺ പ്രഭു. മൗണ്ട് എബു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ അജ്മീർ ആരുടെ പുണ്യസ്ഥലമാണ്? മുസ്ലിംസ്. തുഗ്ലക് വംശത്തിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ വന്ന രാജവംശം? സയ്യിദ് വംശം. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ദിരാഗാന്ധിയെ 1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് ആര്? രാജ് നാരായണൻ. വിപണി നിയന്ത്രണ വ്യവസ്ഥ ആദ്യമായി നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ? അലാവുദ്ദീൻ ഖിൽജി. കുത്തബുദ്ദീൻ ഐബക്ക് ഏത് വംശത്തിൽപ്പെടുന്നു? അടിമ വംശം. സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി? സുപ്രീം കോടതി. ഡെസേർട്ട് നാഷണൽ പാർക്ക് എവിടെയാണ്? രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം? ശക്തിസ്ഥൽ. വൻകിട ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം? രാജ്ഘട്ട്. സത്യം ശിവം സുന്ദരം എന്നത് ഏതിന്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി? 7th റേസ് കോഴ്സ് റോഡ്. സിംല കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. രാജ്യസഭയുടെ ചെയർമാൻ ആര്? ഉപരാഷ്ട്രപതി. ലോക്സഭയിൽ നാമനിർദ്ദേശ പ്രകാരം എത്തുന്ന അംഗങ്ങൾ എത്ര? 2. ഡൽഹിയിലെ ചുവപ്പ് കോട്ട നിർമ്മിച്ചത് ആര്? ഷാജഹാൻ. സംസ്ഥാന ഭരണത്തലവൻ? ഗവർണർ. വീർഭൂമി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായാണ്? രാജീവ് ഗാന്ധി. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം? ഇന്ത്യ. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ച പ്രഥമ വനിത? ഇന്ദിരാഗാന്ധി. ലൂഷായ് കുന്നുകൾ എവിടെയാണ്? മിസോറം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ദിനം? മെയ് 21.
ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമാക്കിയ വർഷം 1911. രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? യമുന. ഇന്ത്യയിൽ നിലയിൽ വന്ന ആദ്യത്തെ സ്വകാര്യ TV ചാനൽ ഏഷ്യാനെറ്റ്. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത മദർ തെരേസ. ബാബറിന്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാബൂളിൽ. ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? GV മാവുലങ്കാർ. രാഷ്ട്രത്തലവന്മാരെ വിചാരണ ചെയ്യുന്ന നടപടിക്ക് വിളിക്കുന്ന പേര് എന്താണ്? ഇംപീച്ച്മെന്റ്. മഹ്റോളി ശിലാശാസനം ആരുടേതാണ്? ചന്ദ്രഗുപ്തൻ. സ്വന്തം മകന്റെ തടങ്കലിൽ കഴിയേണ്ടി വന്ന രാജാവ്? ഷാജഹാൻ. സുപ്രസിദ്ധമായ കമ്പോള നിയമങ്ങൾ പുറപ്പെടുവിച്ചിരുന്ന ഭരണാധികാരി? അലാവുദ്ദീൻ ഖിൽജി. ത്രിപുര രൂപീകൃതമായ വർഷം? 1972. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഏത് സുൽത്താന്റെ ഭരണകാലത്താണ് ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം നടപ്പിലാക്കിയത്? ഫിറോസ് ഷാ. ജവഹർ റോസ്ഗർ യോജന ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ആരംഭിച്ചത്? രാജീവ് ഗാന്ധി. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. ഷാജഹാൻ നിർമ്മിച്ച മയൂര സിംഹാസനം കൊള്ളയടിച്ചു കൊണ്ടുപോയ പേർഷ്യൻ രാജാവ് ആരായിരുന്നു? നാദിർ ഷാ. ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയുടെ പ്രവർത്തനത്തിന് നൽകുന്ന പുരസ്കാരമാണ്? പത്രപ്രവർത്തനം. ഡൽഹി സിംഹാസനത്തിൽ ആദ്യമായി അവരോധിതയായ സ്ത്രീ? സുൽത്താന റസിയ. നമ്മുടെ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ശില്പി? ഹെർബർട്ട് ബേക്കർ. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ആദ്യമായി ഡൽഹി പിടിച്ചടക്കിയ വിദേശ ആക്രമണകാരി ആരായിരുന്നു? മുഹമ്മദ് ഗസ്നി. ദില്ലി സിംഹാസനത്തിൽ ആരൂഢനായ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി? കുത്തബ്ദീൻ. ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആരുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധി. മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ മരണകാരണം എന്തായിരുന്നു? കോണിപ്പടി ഇറങ്ങുമ്പോൾ ഉണ്ടായ ആപത്ത്. കൂറുമാറ്റ നിരോധന നിയമം ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? രാജീവ് ഗാന്ധി. ഇന്ത്യയിലെ പരമോന്നത കോടതിയുടെ ആസ്ഥാനം? ന്യൂഡൽഹി. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിന്റെ മേധാവിയായ ഉദ്യോഗസ്ഥൻ? ഷഹന. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഡൽഹി. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ഏതെല്ലാമാണ്? ചുവപ്പ്, നീല, പച്ച. ലാഖ് ബക്ഷ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആര്? മുഹമ്മദ്
ഗവാൻ. ജസിയ, ജാഗിർ തുടങ്ങിയവ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക്. ഏറ്റവും വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനായ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി. 90% ഭൂപ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ പ്രദേശം ഏത്? ആൻഡമാൻ നിക്കോബാർ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ചന്ദ്രനഗർ. 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 14. ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏതു വർഷമായിരുന്നു? 1975. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വീരേന്ദ്ര സെവാഗ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം ഷിലോങ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജയന്തി പാട്നിക്. ഉമറോയ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗം ആസാം റൈഫിൾസ്. ലക്ഷദ്വീപിലെ സംസാരിക്കുന്ന ഭാഷ മലയാളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ? ന്യൂഡൽഹി. ആരുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് സ്ഥാപിച്ചത് ഏതു വർഷം? എവിടെ? 1983 ന്യൂഡൽഹിയിൽ. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട വർഷം? 1984. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട മാസം? ഒക്ടോബർ. ഇന്ത്യയിൽ ആദ്യത്തെ ടെലിവിഷൻ സെന്റർ തുടങ്ങിയത് എന്ന്? 15 ഓഗസ്റ്റ് 1959. മാണ്ഡി ഹൗസ് എന്താണ്? ഡയറക്ടർ ജനറൽ ദൂരദർശന്റെ ഓഫീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പി വേണുഗോപാൽ. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയുടെ പേര്? ടീസ്ത. മൈ ട്രൂത്ത് എഴുതിയത് ആരാണ്? ഇന്ദിരാഗാന്ധി. DTH എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഡയറക്റ്റ് ടു ഹോം.
ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ലോർഡ് കാനിങ്. മൗണ്ട് എവറസ്റ്റിന് ആ പേര് നൽകിയത് ജോർജ് എവറസ്റ്റിന് ആദരസൂചകമായിട്ടാണ്. ആരാണ് ജോർജ് എവറസ്റ്റ്? സർവേയർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ നേവൽ മ്യൂസിയം എവിടെയാണ്? വിശാഖപട്ടണം. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വനിത? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി നിർമ്മിച്ചത് ആര്? ഷാജഹാൻ. നാഷണൽ ഹൈവേ നമ്പർ 1 ഏതെല്ലാം സ്ഥലങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി ടു അമൃതസർ. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 ആക്കിയ വർഷം? 1989. നാഗർഹട്ടിയ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആസാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ബജറ്റ് സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് കാനിങ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യ, ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി? സുചേത കൃപലാനി. മീററ്റ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തർപ്രദേശ്. ഗാന്ധിജി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം? അന്ന് അദ്ദേഹം ജീവിച്ചിരുന്നില്ല. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ? ലിബർഹാൻ. ശിശുദിനം എന്നാണ്? നവംബർ 14. ഹർഷവർദ്ധന രാജാവിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി? ഹുയാങ് സാങ്. അവസാനത്തെ മുഗൾ ഭരണാധികാരി മരിച്ചത് എവിടെ വെച്ച്? റഗൂണിൽ വെച്ച്. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ മുഗൾ ഭരണാധികാരി? ഔറംഗസീബ്. സെക്യൂരിറ്റി പ്രസിൽ കറൻസി നോട്ടുകൾ മുദ്രണം ചെയ്യാനുള്ള പ്രത്യേക കടലാസ് നിർമ്മിക്കുന്നത് എവിടെ? ഹൊസങ്കാബാദ്. താജ്മഹൽ പണി കഴിപ്പിച്ചത് ആരാണ്? ഷാജഹാൻ. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി? മംഗൽ പാണ്ഡെ. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? M. ഫാത്തിമ ബീവി. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 370. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ഇന്ത്യ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? 1857. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? പഞ്ചാബ്. മേ ബി ഉത്തർപ്രദേശ്. ഉപഭോഗം പഞ്ചാബിലും ഉൽപാദനം ഉത്തർപ്രദേശിലും. കൺഫ്യൂഷൻ. ആഗ്ര പട്ടണത്തിന്റെ നിർമ്മാതാവ്? സിക്കന്ദർ ലോധി.
താജ്മഹലിന് സമാന്തരമായി ഡൽഹിയിൽ പണിതീർക്കപ്പെട്ട ശില്പം ബഹായി ആരാധനാലയം. ഇന്ത്യക്കും പാകിസ്ഥാനുമായി താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടത് ഏതു വർഷം? 1966. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം താജ്മഹൽ ഏത് നദീതീരത്താണ്? യമുന. ബാലവിവാഹത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. അലിഗർ മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച വ്യക്തി സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലയിൽ വന്ന വർഷത്തിലെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത് ഏതു വർഷം? 1954. ചൗരി ചൗര സംഭവം നടന്ന വർഷം? 1922. ഹർഷവർദ്ധനന്റെ സമകാലീനനായിരുന്നു പല്ലവ രാജാവ്? ഹർഷവർദ്ധനന്റെ സമകാലീനനായിരുന്ന പല്ലവ രാജാവ് മഹേന്ദ്രവർമ്മൻ. അടിമ വംശ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്. പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു. താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ട്. ഹർഷവർദ്ധനന്റെ തലസ്ഥാനമായ നഗരം ഏത്? കനൗജ്. ഇന്ത്യ ഹൗസ് എവിടെയാണ്? ലണ്ടൻ. പ്രസിദ്ധമായ ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? ധ്യാൻ ചന്ദ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. ഇന്ത്യയിൽ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1951. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര്? സരോജിനി നായിഡു. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്രത്തലവന്മാർ? ലാൽ ബഹദൂർ ശാസ്ത്രി, അയൂബ് ഖാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ ശരിയായ ഭരണക്രമം? ഹുമയൂൺ, അതിനുശേഷം അക്ബർ, അതിനുശേഷം ജഹാംഗീർ, അതിനുശേഷം ഷാജഹാൻ. നമ്മുടെ ദേശീയ പതാകയിലെ ധർമ്മചക്രത്തിന്റെ നിറം എന്താണ്? നേവി ബ്ലൂ. ചരകൻ ഏത് വിജ്ഞാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യശാസ്ത്രം. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ലക്ഷദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. നർമ്മദ നദീജല പ്രശ്നത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം? ബീഹാർ. നർമ്മദ നദീജല പ്രശ്നത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. നിയമവിരുദ്ധമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി സമർപ്പിക്കുന്ന റിട്ട് പെറ്റീഷൻ ഏതാണ്? ഹേബിയസ് കോർപ്പസ്. 1978 44-ാം ഭേദഗതി പ്രകാരം എടുത്തുകളഞ്ഞ മൗലികാവകാശം ഏത്? സ്വത്തവകാശം.
വിജയ്ഘട്ട് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ധ്യാൻചന്ദ് ട്രോഫി ഏത് കായിക ഇനത്തിന് നൽകുന്ന ട്രോഫിയാണ്? ഹോക്കി. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എവിടെയായിരുന്നു? കൊൽക്കത്ത. സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്ത്. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി വനിത? ലക്ഷ്മി എൻ മേനോൻ. രംഗസ്വാമി കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഗംഗ യമുന നദികളുടെ സമാഗമ സ്ഥാനം അലഹബാദ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥം ഡിസ്കവറി ഓഫ് ഇന്ത്യ. അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യ ഉപദേഷ്ടാവ്? രാജാ തോഡർമാർ. ആഗ്ര കോട്ട നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആര്? അക്ബർ. മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള ഗോവിന്ദ വല്ലഭായ് പന്ത് അവാർഡ് കരസ്ഥമാക്കിയ ആദ്യത്തെ വ്യക്തി ആര്? ചന്ദ്രശേഖർ. താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ശില്പി ആര്? ഉസ്താദ് ഈസ. ഗാന്ധിജിയുടെ അവസാന ദിനങ്ങൾ ചെലവഴിച്ചത് എവിടെയാണ്? ബിർള ഹൗസ്. UN പൊതുസഭയിൽ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ആരാണ്? അക്ബർ. ആരാണ് എല്ലാ മതങ്ങളും തുല്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി കവിത എഴുതുകയും ചെയ്തത്? കബീർ ദാസ്. ഹർഷചരിതത്തിന്റെ കർത്താവ് ആര്? ബാണഭട്ട. കേരളത്തിൽ ആദ്യമായി 3G സർവീസ് ലഭിച്ച ജില്ല ഏതാണ്? കോഴിക്കോട്. കേരളത്തിൽ എവിടെയാണ് ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി. 2012 വയലാർ അവാർഡ് കരസ്ഥമാക്കിയത് ആര്? അക്കിത്തം. പുതുതായി നിലയിൽ വന്ന ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മണൻ. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? KM ബീനമോൾ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി? CK ലക്ഷ്മണൻ. കലാഹിരൺ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? IM വിജയൻ. കേരളത്തിൽ നിന്നും ആദ്യമായി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച താരം? GN ഗോപാൽ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞംപിള്ള. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി? അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. പാലക്കാട് മണി അയ്യർ ഏതു സംഗീത ഉപകരണത്തിൽ കുലപതിയാണ്? മൃദംഗം. ചേര രാജാക്കന്മാരുടെ ആസ്ഥാനം? മഹോദയപുരം. ഏതു വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്? 1920. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഋഗ്വേദം മലയാളത്തിലേക്ക് ആദ്യമായി തർജ്ജമ ചെയ്തത് ആരാണ്?
വള്ളത്തോൾ നാരായണ മേനോൻ. 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? 5. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം? കുമളി. രാജ്യസഭയിൽ കേരളത്തിന്റെ അംഗസംഖ്യ? 9. ദേശങ്കി നാട് എന്നറിയപ്പെട്ടിരുന്ന നാടുവാഴി രാജ്യത്തിന്റെ ഇന്നത്തെ പേര് എന്താണ്? കൊല്ലം. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്നെഴുതിയ കവി? പൂന്താനം. കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1957. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം നിലവിൽ വന്നതെന്ന്? 1960 ജനുവരി 18. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മാധ്യമം ഇംഗ്ലീഷ് ആക്കിയത് ആരാണ്? ബെൻഡിങ് പ്രഭു. ആഗ്ര പട്ടണത്തിന്റെ നിർമ്മാതാവ് ആര്? സിക്കന്ദർ ലോധി. ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി? ഗോവ. ഇന്ത്യയും പാകിസ്ഥാനുമായി താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടത് ഏത് വർഷം? 1966. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം ഏതിൽ കൂടിയായിരുന്നു? റൗലറ്റ് സത്യാഗ്രഹം. അഷ്ടാംഗ ഹൃദയം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത്? ബെൻഡിങ് പ്രഭു. ഗംഗെ കൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ച രാജാവ്? രാജേന്ദ്ര ചോളൻ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി? മാഡം ബ്ലവാസ്കി. ആയുർവേദത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള വേദം? അഥർവവേദം. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? സമുദ്രഗുപ്തൻ. മഹാഭാരതത്തിലെ പർവങ്ങൾ എത്രയാണ്? 18. ഗായത്രി മന്ത്രം ഏത് വേദത്തിലാണ്? ഋഗ്വേദം. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഹർഡിഞ്ച് പ്രഭു. അഷ്ടപ്രധാൻ ഏത് ഭരണാധികാരിയുടെ മന്ത്രിസഭയായിരുന്നു? ഛത്രപതി ശിവാജി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി? റിപ്പൺ പ്രഭു. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി ആരായിരുന്നു? കുമാരഗുപ്തൻ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകനാര്? ഹർദയാൽ. മറാത്ത മാക്കിയാവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെ? നാനാഫെഡ് നാവിസ്. ഈ ബ്രിട്ടീഷ് മിഷണറിയെ ഇന്ത്യക്കാർ സ്നേഹപൂർവ്വം ദീനബന്ധു എന്ന് വിളിച്ചു. ആരാണത്? CF ആൻഡ്രൂസ്. 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തത് ആര്? BR അംബേദ്കർ. ഇന്ത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായ ഈ യുദ്ധമാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ വഴിയൊരുക്കിയത്. ഏതാണ് ആ യുദ്ധം? ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ചൗരി ചൗര സംഭവത്തിന്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെക്കേണ്ടി വന്ന പ്രക്ഷോഭം? നിസ്സഹരണ പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ്? ആനി ബസന്റ്. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്ര? 3.28. സിക്കിമിന്റെ തലസ്ഥാനം? ഗാംഗ്ടോക്ക്. ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം?
ആന്ധ്രാപ്രദേശ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്? മർമഗോവ. ഇന്ത്യയിൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഏത് സീസണിൽ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സീസണിൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം? ഹിരാക്കുഡ്. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. വലിയ തോതിൽ മോണോസൈറ്റ് കാണുന്നത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? കേരളം. അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? ഏതാണ്? ഉത്തരാഞ്ചൽ. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉപഭോഗം കൂടുതൽ? പഞ്ചാബ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത്? ചിൽക്ക. ബീഹാറിന്റെ ദുഃഖം? കോസി. ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? കർണാടക. ഓങ്കസെ വർഗക്കാർ വസിക്കുന്ന സ്ഥലം ഏതാണ്? ആൻഡമാൻ ദ്വീപുകൾ. ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്? മധ്യപ്രദേശ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം? ഹിമാലയ പർവ്വതം. ന്യൂസ് പേപ്പർ വ്യവസായത്തിന് പേരുകേട്ട നേപാ നഗർ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഹിന്ദി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന പ്രാദേശിക ഭാഷ? തെലുങ്ക്. ഇന്ത്യൻ സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം? 5.5 മണിക്കൂർ കിഴക്കു മുന്നിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി? ഗംഗ. ഇന്ത്യയിൽ വനങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ്? വൃക്ഷങ്ങളുടെയും പ്രകൃതിയുടെയും സംരക്ഷണം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി? സർദാർ വല്ലഭായ് പട്ടേൽ. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയായ വ്യക്തി? PV നരസിംഹറാവു. അംബേദ്കറുടെ സമാധി സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ചൈത്രഭൂമി. രാജിവെക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത്? ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർക്ക് നൽകണം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? GV മാവലങ്കർ. ക്യാബിനറ്റ് മിഷൻ നയിച്ചത് ആരാണ്? പെത്തിക് ലോറൻസ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? സർദാർ പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആര്? മൗണ്ട് ബാറ്റൻ. പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ഏതു ഭേദഗതിയിലൂടെയാണ്? 73-ാം ഭേദഗതി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം? 1956. സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ജനസംഖ്യയെ. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഭരണഘടനാപരമായി ഏർപ്പെടുത്തിയിട്ടുള്ള കുറഞ്ഞ പ്രായപരിധി? 25 വയസ്സ്. കേരളത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം? 21 വയസ്സ്.
തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി. ദേശീയ ഗാനം പാടുന്നതിന് വേണ്ട അംഗീകൃത സമയം 52 സെക്കൻഡ്. ലോക്സഭയിൽ മന്ത്രിമാരും അംഗങ്ങളും പ്രസംഗിക്കുമ്പോൾ സർ എന്ന അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ്? സ്പീക്കർ. 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയത് ഏതു വർഷമാണ്? 1976. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. നമ്മുടെ ദേശീയ പതാകയിലെ ധർമ്മചക്രത്തിന്റെ നിറമെന്ത്? നേവി ബ്ലൂ. പുതിയ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രഥമ യോഗം ചേർന്നത്? 1946 ഡിസംബർ 9. ഇന്ത്യയിൽ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ സുപ്രീം കോടതി എന്താണ് പുറപ്പെടുവിപ്പിക്കുന്നത്? റിട്ട്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്നത്? 45.